സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിൽഷാദ് എന്ന് പറയുന്ന യാത്ര ടുഡേ എന്ന ചാനലിൻ്റെ ഉടമയായ നമ്മുടെ നല്ലൊരു വ്ളോഗർ, അയാളെ കാണാതായിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-6 ദിവസമായി ഇപ്പോഴും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രവുമല്ല, പോലീസുകാർ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടവർ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ കഴിഞ്ഞത് മേഘാലയയിലാണ് ലാസ്റ്റ് അവസാനമായി കാണിച്ചത് എന്നൊക്കെയാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പോസ്റ്റിന് കീഴെ ഈ ഒരു മനുഷ്യനെ കാണാതായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചില വേട്ടാവളിയന്മാർ, ഇവനൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇവൻ്റെയൊക്കെ തലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീട്ടെന്ന് മാത്രമല്ല ചാണകം തീട്ടവും കൂടി ഒരുമിച്ചുള്ള സംഭവം എന്തുവാണ്. ഏതായാലും അങ്ങനെയുള്ളൊരു കമൻറ്റ് ഞാൻ വായിച്ചു തരേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ കാണാതായതിൻ്റെ പോസ്റ്റ് ജീവനൊടുക്ക് ചെയ്ത് കാണും, അല്ലാണ്ട് അങ്ങനെ ഒരു പോസ്റ്റ് എന്തിനാ. പിന്നെ ഒരുത്തൻ എഴുതിയതാണ്, ഏതെങ്കിലും മുസ്ലിം തീവ്രവാദ ക്യാമ്പിൽ കാണുന്നു. എന്തൊരു മനുഷ്യന്മാരാണ്. ഒരാളെ കാണാതായി. അതുപോലെ തന്നെ ചില ആൾക്കാർ പറയും റീച്ചിന് വേണ്ടിയിട്ടുള്ള ഉടായിപ്പാണ്, റീച്ചിന് വേണ്ടിയിട്ടുള്ള ഉടായിപ്പാവലും. റീച്ചിന് വേണ്ടിയിട്ട് ഈ മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഉടായിപ്പൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതായത് ഒരാളുടെ പോലും സഹായമില്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലും പല നല്ല കാര്യങ്ങളും ചെയ്യുന്ന ദിൽഷാദിന് റീച്ചിന് വേണ്ടിയിട്ട് ഇമാതിരി തൊട്ടിത്തരം ചെയ്യേണ്ട ആവശ്യമില്ല. റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങേർക്ക് ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. അതായത് അങ്ങേര് ചെയ്ത കാര്യങ്ങൾ മുഴുവൻ റീച്ച് തന്നെയാണോ? ഇനി പുതിയ റീച്ചൊന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഈ ദിൽഷാദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വ്ളോഗ് കാണാൻ തന്നെ എന്ന് പറഞ്ഞൊരു പ്രത്യേക ആൾക്കാർ തന്നെയുണ്ട്. അതാണ് അയാൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക വിഭാഗം തന്നെയുണ്ട്. കാരണം എന്താ പറയുക, അയാളെ അത്രമാത്രം ജാതി മത ഭേദമന്യേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. എന്താണെന്ന് വെച്ചാൽ ദിൽഷാദ് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അയാളുടെ വ്ളോഗിങ് തന്നെ ഒരു അഹങ്കാരവും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു മടുപ്പില്ലാതെ എത്ര ട്രാവൽ ബ്ലോഗർമാർ നമ്മുടെ ഇടയിലുണ്ട്. നമ്മളെല്ലാവരെയും ഒഴിവാക്കാറില്ലേ? പക്ഷേ ഈ ദിൽഷാദിനെയും സന്തോഷ് ജോർജ് കുളങ്ങരെയും ആരെങ്കിലും ഒഴിവാക്കുമോ? ഒരിക്കലും ഒഴിവാക്കത്തില്ല. അതെന്തുകൊണ്ടാ? അത് അവരുടെ ആ സ്വഭാവത്തിൻ്റെയും അവരുടെ സംസാരത്തിൻ്റെയും ആ ഒരു ഇതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ദിൽഷാദ് എന്ന് പറയുന്ന വ്യക്തിയുടെ ചാനൽ കാണാൻ ഇത്രയും ആൾക്കാർ. അതിൻ്റെ ഇടയിൽ വന്നിട്ട് തീവ്രവാദ ക്യാമ്പിൽ കാണും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാണും. അയാൾക്ക് എന്താ സംഭവിച്ചതെന്ന് പോലും നമുക്കറിയില്ല. അയാളിപ്പോഴൊരു പോസ്റ്റ് ഇട്ടു, അതായത് എന്തോ ഞാൻ പിന്മാറുന്നു അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടു. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇനി എന്തെങ്കിലും മാനസിക പ്രയാസങ്ങളുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, ഇതൊന്നും നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അദ്ദേഹത്തെ കണ്ടുപിടിക്കുന്നത് വരെയെങ്കിലും ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ഇടാതിരിക്കുക. ഇവനൊന്നെന്ന് പറഞ്ഞ് ഈ പോസ്റ്റ് ഇടുന്ന ടീമൊന്നെന്ന് പറഞ്ഞാൽ 5 പൈസ ഒരാൾക്ക് കൊടുക്കത്തില്ല. അതുപോലെ തന്നെ ഒരു ചായ പോലും വാങ്ങിച്ചു കൊടുക്കാത്ത ടീമുകളായിരിക്കും. ഒരു ചായ പോലും വാങ്ങിച്ചു കൊടുക്കൂല, എന്നിട്ട് ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ഇടും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇവൻ്റെയൊക്കെ മനസ്സിൽ അസൂയല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അസൂയയും കുശുമ്പും കയറിയിട്ടാണ് ഇവന്മാരൊക്കെ ഇങ്ങനെയുള്ള ഈ പോസ്റ്റുകൾ ഇടുന്നത്. മനുഷ്യന്മാർ ആരെങ്കിലും ഇടുകയുള്ളൂ. അതായത് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കില്ല. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ അകത്ത് വന്ന കമൻറ്റുകൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അങ്ങനെ എല്ലാവരും കാത്തിരിക്കുകയാണ് ഓരോ നിമിഷവും. അതായത് ഒരു ആപത്തും കൂടാതെ ഇങ്ങോട്ട് എത്തിക്കൊള്ളണമെന്ന് എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴേ ഇവനെപ്പോലെയുള്ള ചില നാറികൾ ആലോചിച്ചുകൊണ്ട് എത്ര മോശമായ കാര്യമാണ്. ആഫ്രിക്കയിലുള്ള, ഞാൻ പറഞ്ഞല്ലോ, ആഫ്രിക്കയിലൊക്കെ ഇയാൾ ചെയ്തിരിക്കുന്ന സേവനങ്ങൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന സേവനങ്ങളാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാരെയും കൂട്ടി എൻ്റെ കുടുംബത്തിന്, എൻ്റെ മക്കൾക്ക്, അതൊന്നുമല്ല. ഈ മനുഷ്യൻ വേറെ ലെവല് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ മനുഷ്യൻ തിരിച്ചു വരണം, വന്നേ മതിയാവൂ. ഇവിടെയുള്ള കുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇതേപോലെ കമൻ്റ് ഇട്ടവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഭ്രാന്താണ്. അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതത്തിൻ്റെയും ജാതിയുടെയും ഭ്രാന്ത് കയറിയിട്ട് ഈ ദിൽഷാദ് എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ചൊറിച്ചലുണ്ടല്ലോ, അത് തന്നെയാണ്. വളരെ മോശപ്പെട്ട ഒരു എന്താ പറയേണ്ടത്, ഒരു സംസ്കാരമില്ലാത്ത കുറേ ടീമുകൾ ഇവിടെ വളർന്നു വരുന്നുണ്ട്. ഇവറ്റകൾ എന്തിനും ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഈ പാവം മനുഷ്യൻ എവിടെയോ കാണാതായി, അയാൾക്ക് എന്താ സംഭവിച്ചതെന്ന് പോലും നമുക്കറിയില്ലല്ലോ. അങ്ങനെ അറിയാത്ത ഒരു ഇതിൽ പോയിട്ട് ഇങ്ങനെ കമൻ്റ് ഉണ്ട്, വല്ല ആവശ്യമുണ്ടോ ഇവനൊക്കെ? പക്ഷെ ഇവൻ്റെ ആ മനസ്സ് അനുഭവിക്കുന്നില്ല. ഇവൻ്റെ ആ മനസ്സുണ്ടല്ലോ, ആ ഒരു എന്താ പറയുക, ആ ചീത്ത ഒരു വിഷം ചീറ്റുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണല്ലോ ആ നിമിഷം തന്നെ പോയിട്ട് ഇങ്ങനെയുള്ള കമൻറ്റുകൾ എഴുതുന്നത്. അപ്പം അങ്ങനെയുള്ള വേട്ടാവളിയന്മാരോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. കാരണമൊക്കെ നിൻ്റെയൊക്കെ അന്ത്യം എങ്ങനെയാണെന്ന് പറയാൻ പറ്റൂല. നീയൊക്കെ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അന്ത്യം തന്നെ എന്ന് പറഞ്ഞാൽ പുഴുത്ത് നരകിച്ച് ഒരാൾ പോലും നോക്കാനില്ലാതെ, അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, ഒരാൾ പോലും രക്ഷിക്കാനില്ലാതെ അങ്ങനെയായിരിക്കും നിൻ്റെയൊക്കെ അന്ത്യം എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇതിലെന്ന് പറഞ്ഞാൽ ചില ടീമുകളുണ്ട്, ഫാമിലി ഫോട്ടോ അടക്കമിട്ടിട്ടാണ് ഇങ്ങനെയുള്ള കമൻറ്റ് ചെയ്യുന്നത്. എന്തിനാടോ വെറുതെ നീയോ നാറി നിൻ്റെ ഫാമിലിനെയും കൂടി എന്തിനാ ഇങ്ങനെ പറയിക്കുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ
ദിൽഷാദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആസാമിലായിരുന്നു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അയാൾ മേഘാലയയിലേക്ക് പോയി എന്നുള്ളൊരു ചെറിയൊരു റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. മേഘാലയയിൽ വെച്ചാണ് അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയത് എന്ന് ഒരു റിപ്പോർട്ടുണ്ട്. മേഘാലയയിലാണെങ്കിൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ആഴ്ചക്ക് ഒരു ദിവസം മാത്രം സർവീസ് ചെയ്യുന്ന വണ്ടികളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചില ഗ്രാമങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ തന്നെ ഇങ്ങ് കുടുങ്ങിപ്പോകും. അതായത് ഒരു വണ്ടിയുണ്ട്, അത് വണ്ടി 2-3 ദിവസം കഴിഞ്ഞാലേ തിരിച്ചു വരികയുള്ളൂ. അങ്ങനെയുള്ള പല സ്ഥലങ്ങളും ഉണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് കേട്ടോ. ഞാൻ പോയിട്ടില്ല, എനിക്കറിയാൻ കഴിഞ്ഞ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തകർന്നു വീണാലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വണ്ടി പോകത്തില്ല. അങ്ങനെയൊക്കെ കുടുങ്ങിപ്പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട് എന്ന് പറയുന്നു. അത് നമുക്കറിയില്ല. ഏതായാലും കേരള പോലീസ് കൃത്യമായിട്ടുള്ള അന്വേഷണത്തിൽ തന്നെയാണ്. ടവർ ലൊക്കേഷനും സൈബർ സെല്ലൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം കാര്യപ്രാപ്തിയോട് കൂടിയുള്ള അന്വേഷണത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയേണ്ടത്, ഒരു കേരളത്തിൻ്റെ അഭിമാനം തന്നെയാണ് ദിൽഷാദ് എന്ന് പറയുന്ന പയ്യൻ. അല്ലാതെ എന്ന് പറഞ്ഞാൽ അവനൊരു മോശം പ്രവൃത്തിയോ അവൻ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഉടായിപ്പോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള കേസോ കാര്യങ്ങളോ ഒന്നും പെട്ടവനല്ല. അവൻ ഒരു പെണ്ണ് കേസിലും പെട്ടിട്ടില്ല, ഒരു വേറൊരു കേസിലും പെട്ടിട്ടില്ല, ഒന്നും പെട്ടിട്ടില്ല. ഒരു കേസും ഇതുവരെ അവനെ പറ്റിയിട്ട് ആർക്കും പറയാൻ, ഒരു മോശം പറയാൻ പോലും ഇല്ല. അവൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരു കമൻ്റ് എഴുതുക. പക്ഷേ ഞാനൊരു കാര്യം പറയുന്നു, കാരണം ഈ എഴുതുന്നവന്മാർക്ക് എഴുതാനുള്ള അധികാരമുണ്ട്. എന്താ കാരണം എന്നറിയാം, അവന്മാർക്ക് നമ്മൾ അധികാരം കൊടുത്തിരിക്കുകയാണ്. ഇപ്പോഴും ഇന്നലെ ഒരു വേട്ടാവളിയും കണ്ടില്ലേ പറയുന്നത്. ഓൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അറിയാലോ. അപ്പം അവനെ പോലെയുള്ള അവനോടൊന്നും കേസെടുക്കരുത്, അവനത് പറയാനുള്ള അധികാരമുണ്ട്. അവനത് പറയൂ. കാരണം എന്ന് വെച്ചാൽ അവൻ്റെ തലയിൽ എന്ന് പറഞ്ഞാൽ മറ്റേതാണ്, അവൻ പറയൂ, പറഞ്ഞേ തീരൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവനെയൊന്നും നമ്മളൊന്നും ഒരു കാരണവശാലും അവനെ കുറ്റപ്പെടുത്തരുത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇത്രയും ചീഞ്ഞ മനസ്സുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ കമൻറ്റ് എഴുതാൻ പറ്റുള്ളൂ. ഏതെങ്കിലും തീവ്രവാദ ക്യാമ്പിൽ കാണും എന്നൊക്കെ കമൻറ്റ് എഴുതുമ്പോഴേ ആ മാതാപിതാക്കൾക്ക് എത്രമാത്രം സങ്കടം ഉണ്ടാവും. ഇവൻ്റെ ബന്ധുക്കൾ, മാതാപിതാക്കൾ, ഒരു മാതാപിതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സ്വന്തം മകനെ കാത്തിരിക്കുന്ന ആ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ എന്തിൻ്റെ പേരിലായാലും ഇങ്ങനെ ഇടാൻ പാടുണ്ടോ? ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടെത്തിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇതില്ലേ, ചൂരല് അതിൻ്റെ ഒരു കഷായമുണ്ട്. ആ കഷായം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രയോഗിക്കണം. നല്ല ചൂരൽ കഷായം ഉണ്ടായിരുന്നു. ഓൻ ജീവിതത്തിൽ പിന്നെ ഇങ്ങനെ ഒരു കമൻ്റ് എഴുതൂല. അതായത് ആ കഷായം കുടിച്ചു കഴിഞ്ഞാലൊരു സുഖമുണ്ടല്ലോ, നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വേർത്തങ്ങ് ഒഴുകും. അങ്ങനെയുള്ളൊരു കഷായ ആ നടുപ്പുറത്തോട്ടിൽ ഇങ്ങനെ ഒഴുകുമായിരുന്നു ആ കഷായം കുടിച്ചാൽ. ഇങ്ങനെയുള്ള വേട്ടാപ്പളിയന്മാരെ പിന്നെ ഒരു തരത്തിലും ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദിൽഷാദ് വരട്ടെ, വന്നു കഴിഞ്ഞതിന് ശേഷം ഇവൻ്റെയൊക്കെ അണ്ണാക്കിൽ കൊടുക്കണം. അല്ലാതെ ഒരു മനുഷ്യ, ഒരു പാവപ്പെട്ട ഒരുത്തന്നെ എവിടെയോ എന്താ സംഭവിച്ചത് നമുക്കറിയില്ല. ഇനി അയാൾ പിന്നെ എന്താ പറയേണ്ടത്, എവിടെയെങ്കിലും പെട്ടുപോയതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും അപായം പറ്റിയിട്ടുണ്ടോ എന്നുള്ള ഒരുപാട് സംശയത്തിലും സങ്കടത്തിലും നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള പോസ്റ്റുകളിൽ അടിയിൽ വന്നിട്ട് ഇങ്ങനെ കമൻ്റ് എഴുതുന്ന ഒരു മാനസികമായിട്ടുള്ള വിഭ്രാന്തിക്കാരുണ്ടല്ലോ, ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം ഞാൻ കൂടെ പറയട്ടെ, ഇവിടുത്തെ സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം ഇവരെ പേടിക്കണം. കാരണം ഇവന്മാരുടെ സ്വഭാവം എപ്പോഴാണ് മാറുന്നത് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വളരെ ഡേഞ്ചറാണ് ഇവന്മാർ. ഏതായാലും ദിൽഷാദ് വരട്ടെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് അതിന് ശേഷം സംസാരിക്കാം. മേഘാലയ എവിടെയോ ഉണ്ട് എന്ന് ഉള്ള ഒരു അറിവ് കിട്ടിയിട്ടുണ്ട്, നോക്കാം.